സാമ്പത്തിക പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്രം വാഗ്ദാനം ചെയ്ത 13,000 കോടി രൂപ സ്വീകരിച്ചുകൂടെ എന്ന് കേരളത്തോട് സുപ്രീം കോടതി. ഈ തുക നിയമപ്രകാരം അർഹമായത് തന്നെയാണെന്ന് കേരളം മറുപടി നൽകി. ബാക്കി തുകയുടെ കാര്യം ഇന്നു തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ കോടതി നിർദ്ദേശിച്ചു. കടമെടുപ്പ് പരിധി കുറച്ചതിനെതിരായ ഹർജി കേരളം പിൻവലിക്കണമെന്ന കേന്ദ്ര നിലപാടിനെ സുപ്രീം കോടതി വിമർശിച്ചു. ആർ അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, ഏറ്റവും പ്രധാനപ്പെട്ട ചില വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ ഉണ്ടായത്. വാദങ്ങൾ എന്തായിരുന്നു, മറുവാദങ്ങൾ എന്തായിരുന്നു, കോടതിയിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണ് അച്യുതൻ? ഹാഷ്മി, ഈ നേരത്തെ തന്നെ ഈ സ്യൂട്ട് ഹർജി കേരളം നൽകുമ്പോൾ സുപ്രീം കോടതി മുന്നോട്ട് വച്ചിരുന്നത് കേന്ദ്രവും കേരളവും ഇതിൽ ചർച്ച ചെയ്ത് ഒരു പരിഹാരം കാണണമെന്നായിരുന്നു. അങ്ങനെയാണ് ഈ കേരളവും കേന്ദ്രവും ഈ വിഷയത്തിൽ ചർച്ച നടത്തിയത്. പക്ഷേ ആ ചർച്ചയിൽ ഒരു തരത്തിലുള്ള ഫലം ഉണ്ടായില്ല. തുടർന്നാണ് കഴിഞ്ഞ തവണ കേസ് വീണ്ടും ഹർജി പരിഗണിച്ച കോടതി വിശദമായ വാദം കേൾക്കാനായി തീരുമാനിച്ചത്. എന്തായാലും ഇന്ന് ഈ സ്യൂട്ട് ഹർജിയിൽ വിശദമായ വാദം തന്നെയാണ് സുപ്രീം കോടതി കേട്ടത്. അതിൽ പ്രധാനമായും കേരളത്തിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ അദ്ദേഹം ഈ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി. അതായത് സംസ്ഥാനത്ത് ഇത്തരമൊരു സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. കേന്ദ്രത്തോട് പണമല്ല ആവശ്യപ്പെടുന്നത്, പകരം ഈ ഒരു കേരളത്തിന്റെ ന്യായമായ അവകാശങ്ങളാണ് ആവശ്യപ്പെടുന്നതെന്നായിരുന്നു കപിൽ സിബൽ ആവർത്തിച്ചു. ഒപ്പം തന്നെ ഒരു അടിയന്തരാവസ്ഥ നിലവിലുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ സുപ്രീം കോടതി ചോദിച്ചിരുന്നു എന്താണ് ആ ഒരു അടിയന്തരാവസ്ഥയ്ക്കുള്ള സാഹചര്യം എന്ന് ചോദിച്ചിരുന്നു. ഒപ്പം തന്നെ മറ്റു കാര്യങ്ങളും, അതായത് കേന്ദ്രത്തിന്റെ വാദങ്ങളും മുന്നോട്ടുണ്ടായിരുന്നു. എന്തായാലും ആ വാദങ്ങൾക്കൊടുവിലാണ് ഈ ഒരു 13,000 കോടി, അതായത് ഈ ഹർജി പിൻവലിച്ചാൽ നൽകാമെന്ന് കേന്ദ്രം അറിയിച്ച 13,000 കോടി രൂപയുടെ ചർച്ചകളിലേക്ക് കടന്നത്. അതായത് ഇതിൽ കേന്ദ്രം ഹർജി പിൻവലിക്കുവാൻ പറഞ്ഞ നിർദ്ദേശം അത് സുപ്രീം കോടതി വിമർശിച്ചു. സംസ്ഥാനത്തിന് ഇത് സുപ്രീം കോടതിയെ സമീപിക്കുവാനുള്ള അവകാശമുണ്ട്. അത്തരത്തിൽ അവകാശത്തെ ലംഘിക്കുവാൻ കഴിയില്ല എന്ന് കൂടി സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ 13,000 കോടി, ഇത്തരമൊരു അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ ആ 13,000 കോടി രൂപ സ്വീകരിച്ചൂടെ എന്ന് കേരളത്തോട് സുപ്രീം കോടതി ചോദിച്ചു. അപ്പോഴാണ് ഇത് കേരളം അറിയിച്ചത് ഈ 13,000 കോടി രൂപ ഇത് വെറുതെ അല്ല, ഇത് കേരളത്തിന് അവകാശപ്പെട്ട തുക തന്നെയാണ്. ആ നിയമപ്രകാരം അവകാശപ്പെട്ട തുകയാണ് നമ്മൾ ഈ ഒരു ഹർജിയിലൂടെയും ആവശ്യപ്പെടുന്നതെന്നായിരുന്നു കപിൽ സിബൽ ഇതുമായി ബന്ധപ്പെട്ട ഉയർത്തിയ വാദം. എന്തായാലും ആ നിർദ്ദേശം തന്നെയാണ് സുപ്രീം കോടതി മുന്നോട്ട് നൽകിയത്. ഈ എങ്ങനെയാണ് ഇത് കേന്ദ്രത്തിനെതിരെ നൽകിയ ഹർജി പിൻവലിച്ചുകൊണ്ട് 13,608 കോടി രൂപ വാങ്ങിക്കൂടെ എന്നാണോ ചോദ്യം, അതോ ഉപാധികളില്ലാതെ ആ പണം വാങ്ങിക്കൂടെ എന്നാണോ ചോദ്യം അച്യുതൻ? ഹാഷ്മി, ഹർജി പിൻവലിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇതിനായി പ്രത്യേക ഉത്തരവുകളൊന്നും പുറപ്പെടുവിക്കില്ല. പകരം ഈ 13,000 കോടി രൂപ ഈ നിലവിലെ പ്രതിസന്ധി പരിഹാരത്തിന് വാങ്ങാം. ഇനി അധിക തുക വേണമെങ്കിൽ അത് ഈ തുടർ ചർച്ചകൾ നടത്തണം. പക്ഷേ തുടർ ചർച്ചകൾ നടത്തുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ഹർജിയുടെ പേരിൽ ആ ചർച്ചകൾ ഒരിക്കലും ഫലം കാണാതെ പോകരുത്. എന്തായാലും ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നുകൂടി സുപ്രീം കോടതി പറയുന്നുണ്ട്. എന്തായാലും ഹർജി പിൻവലിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. പകരം ഈ അധിക തുക സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തുടർ ചർച്ച നടത്തി പ്രശ്നപരിഹാരം കാണണമെന്ന് കൂടിയാണ് ഈ സ്യൂട്ട് ഹർജിയിൽ, കേരളത്തിന്റെ സ്യൂട്ട് ഹർജിയിൽ ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. കേരളത്തിന് അർഹതപ്പെട്ട ആവശ്യം തേടിയാണ്, അത് കിട്ടാത്തപ്പോഴാണ് കേരളം സുപ്രീം കോടതിയിലേക്ക് പോയത്. അപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി പിൻവലിക്കണം എന്ന വിചിത്ര ആവശ്യം കേന്ദ്രം ഉന്നയിക്കുകയായിരുന്നു. ആ വിചിത്ര ആവശ്യത്തിന് ഇന്നും സുപ്രീം കോടതിയിൽ കേന്ദ്രത്തിന്റെ വക ന്യായീകരണം ഉണ്ടായോ അച്യുതൻ? ഹാഷ്മി, തീർച്ചയായിട്ടും. കാരണം ഈ കേരളവും കേന്ദ്രവും ചർച്ച നടത്തിയ സാഹചര്യത്തിൽ പോലും കേന്ദ്രം അറിയിച്ച ഒരു അതൃപ്തി എന്നുള്ളത് ഈ ഹർജി തന്നെയായിരുന്നു. പക്ഷേ ഹർജി പിൻവലിക്കില്ല എന്ന നിലപാടിലായിരുന്നു കേരളം. അങ്ങനെയുള്ള ഒരു സമ്മർദ്ദം, അല്ലെങ്കിൽ ആ ഹർജി പിൻവലിച്ചാൽ ഈ 13,608 കോടി രൂപ നൽകാമെന്ന് കേന്ദ്രം അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലായിരുന്നു സുപ്രീം കോടതിയുടെ വിമർശനവും. ഇനി എന്തായാലും അതായത് സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശം നിലനിൽക്കുന്ന സ്ഥിതിക്ക് കൂടുതൽ സമ്മർദ്ദം കേന്ദ്രത്തിന് ഈ വിഷയത്തിൽ ചെലുത്താൻ കഴിയുകയില്ല. മറ്റൊരു സാഹചര്യം ഇതിൽ അറ്റോർണി ജനറൽ ചൂണ്ടിക്കാട്ടിയത് ഈ കേരളത്തിന്റെ ഹർജി അതിൽ ഇത്തരം ഒരു നിർദ്ദേശങ്ങൾ ഉണ്ടാകുമ്പോൾ ഭാവിയിൽ ഇത് പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യം ചൂണ്ടിക്കാട്ടി മറ്റ് സംസ്ഥാനങ്ങളും ഒരു പക്ഷേ ഈ ഹർജിയുമായി സമീപിച്ചേക്കും എന്നുള്ള തരത്തിൽ അറ്റോർണി ജനറൽ ഒരു വാദം ഉന്നയിച്ചിരുന്നു. പക്ഷേ എന്തായാലും അതിനെല്ലാം ഉപരി തന്നെയായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേരാനുള്ള നിർദ്ദേശം കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിൽ പരിഹാരങ്ങൾ ഉണ്ടാകണം. കാരണം ഈ സാമ്പത്തിക
നയത്തിൽ ഇടപെടുന്നതിന് ചില പരിമിതികളുണ്ട് എന്ന് സുപ്രീം കോടതി ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചർച്ചയുടെ സാധ്യത ഇരു കൂട്ടർക്ക് മുൻപിലേക്ക് സുപ്രീം കോടതി നൽകിയത്. പക്ഷേ ആ ചർച്ചകൾ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ ഇടയ്ക്ക് ഡൽഹിയിലെ സർക്കാരിന്റെ പ്രതിനിധി KV തോമസ് പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാക്കളുമായി സംസാരിച്ച സമയത്ത് കൂടിയും അവർ വ്യക്തമാക്കിയത് ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ ചർച്ച നടത്താമെന്നുള്ള ഒരു കാര്യം പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാക്കൾ കേരളത്തെ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങളിലുള്ള ചർച്ചകൾ അത് കേരളം ഒരു തീരുമാനമെടുത്ത ശേഷം ആ തീരുമാനം കേന്ദ്രത്തെ അറിയിക്കുകയും തുടർന്നായിരിക്കും ചർച്ചകൾ നടക്കുക. എന്തായാലും ഈ അധിക തുക സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അടിയന്തരമായി തന്നെ ചർച്ചകൾ വേണമെന്നൊരു ആവശ്യമാണ് സുപ്രീം കോടതി മുന്നോട്ട് വച്ചത്. അതൊരിക്കലും ഈ സ്യൂട്ട് ഹർജി അതിനെ ബാധിക്കരുത്, അത്തരം ചർച്ചകളിൽ ഈ സ്യൂട്ട് ഹർജി ബാധിക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം കൂടി സുപ്രീം കോടതി മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഹാഷ്മി, എന്തായാലും കേന്ദ്രത്തിന് ആശ്വാസം എന്ന് ഉറപ്പായും പറയാം. 13,000 കോടി രൂപ വാങ്ങാൻ കേരളത്തോട് പറയുകയാണ്. അതേസമയം തന്നെ കേന്ദ്രത്തിനെതിരെ നൽകിയ ഹർജി പിൻവലിക്കണം എന്ന ആവശ്യത്തിനെ സുപ്രീം കോടതി കേന്ദ്രത്തെ കോടതി വിമർശിക്കുകയുമാണ്.